നീരാടുവാൻ ഈ കരമനയാറ്റിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു? ഞങ്ങൾ ഒട്ടും വൈകിട്ടില്ല. അയ്യേ എന്തോടാ പരിപാടി? ഒന്ന് കുളിക്കേ. വീട്ടിൽ വെള്ളമില്ല. ഉണ്ടെന്നാ ഇല്ലെന്നാ? ഉണ്ട്. മോന്റെ വീടോടെ? കാച്ചാണി. നീ എന്തിനാ ഇവിടെ വന്നേ? അവിടെ ഒരു വീട്ടിൽ പണിക്ക് വന്നാണ് സാറേ, കുളിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. വന്നേ സാറേ. ഉണ്ട്. ഉടുതുണി. അവിടെ തന്നെ എടുത്തെടുത്തോ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള്. നീ ആ ബോർഡൊന്ന് വായിച്ചാണ്. നിൽക്കൂ, ശ്രദ്ധിക്കൂ, ചിന്തിക്കൂ. പുറമേ സുന്ദരവും ശാന്തവും എങ്കിലും നിരവധി ജീവനുകൾ ഈ നദിയിൽ പൊലിഞ്ഞിട്ടുണ്ട്. അടുത്ത ആള് നിങ്ങൾ ആകരുത്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം ജലാശയങ്ങളിൽ ഇറങ്ങരുത്. മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്. ഈ ജലാശയത്തിൽ ഇനി ഒരു ജീവൻ പൊലിയാതിരിക്കട്ടെ. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ, തിരുവനന്തപുരം. ഫോൺ ആണ് വേണ്ട. നീ അങ്ങോട്ട് പോയപ്പോൾ ബോർഡ് കണ്ടില്ലായിരുന്നോ? കണ്ടു സാറേ, പക്ഷെ എനിക്ക് നീന്തൽ അറിയാം. അതാണ്. ഇവിടെ 25 പേര് മരിച്ചതിൽ 15 പേര് നീന്തൽ അറിയാവുന്നവരാണ്. പരിചയമില്ലാത്ത വെള്ളത്തിൽ എത്ര നീന്തൽ അറിയാമെന്ന് ചാടും. അതുപോലെ വെള്ളത്തിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അടിയിലുള്ള ചുഴിയും പാറക്കെട്ടൊന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പോക്ക് തന്നെ. അതുമല്ല, അടിയിലുള്ള ചെളിയിലൊക്കെ താന്നു കഴിഞ്ഞാൽ പിന്നെ നീന്തൽ അറിയാന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ കാലിന് മസിൽ പിടിച്ചാലും നീന്താൻ പറ്റൂല സാറേ. നീ ആള് കൊള്ളാം. അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എങ്കിലും വെള്ളം കണ്ട ആർക്കായാലും ഒന്ന് ഇറങ്ങി നീന്താൻ തോന്നുന്നു സാറേ. അങ്ങനെ തോന്നുമ്പം നീ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. വീട്ടിൽ നിന്നെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന എൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും. നീ ഇല്ലാതെ അവർക്ക് എന്തോ ജീവിതം. ശരിയാ സാറേ, നീ ചെയ്യത്തില്ല സാറേ. ശരിയാക്കാം. വീട്ടിൽ പോകണം.